ഭാഗ്യയുടെ വിവാഹമൊക്കെ മംഗളകരമായി നടന്നു. എല്ലാം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമാണ്. തന്നെ കൊണ്ട് ഒന്നും കൂട്ടിയാൽ നടക്കില്ല എന്നറിയിച്ചുകൊണ്ട് ഭാഗ്യ സുരേഷിന്റെ വിവാഹ വിശേഷങ്ങൾ പങ്കുവെച്ച് സുരേഷ് ഗോപി. വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സിനിമാ താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ അടക്കം സിനിമാ മേഖലയിലെ പ്രമുഖരടക്കം പങ്കെടുത്തിരുന്നു. വിവാഹത്തിന് പിന്നാലെ ഇക്കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വിവാഹ സൽക്കാരം നടന്നു. ഇതിനിടെയാണ് എല്ലാം ഗുരുവായൂരപ്പന്റെ വിളയാട്ടമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത്. എല്ലാം ഈശ്വരൻ പ്രസാദിച്ചതാണെന്നും അതുകൊണ്ട് എല്ലാം ഭംഗിയായി സാധിച്ചുവെന്നും അദ്ദേഹം പറയുകയാണ്. എല്ലാ മാധ്യമ പ്രവർത്തകരും മാന്യമായി സഹകരിച്ചു. നിങ്ങളിൽ നിന്നും ഞാൻ ഇതാണ് പ്രതീക്ഷിച്ചത്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നിങ്ങൾ ചെയ്തു. എല്ലാം ഈശ്വരൻ പ്രസാദിച്ചതാണ്. എല്ലാം സാധിച്ചു. എല്ലാം ഗുരുവായൂരപ്പന്റെ വിളയാട്ടം എന്നെ കൊണ്ട് കൂട്ടിയാൽ നടക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലേറെ ശ്രദ്ധേയമാകുന്നുണ്ട്. ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന വിവാഹ ചടങ്ങിൽ മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, ദിലീപ്, ബിജു മേനോൻ, KS ചിത്ര, ഷാജി കൈലാസ്, സുരേഷ് കുമാർ, ജോഷി, ഫാസിൽ എന്നീ തുടങ്ങിയവരെല്ലാം തന്നെ കുടുംബസമേതം പങ്കെടുത്തിരുന്നു. അതേസമയം വിവാഹ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. ചടങ്ങിലേറെ സജീവമായി പങ്കെടുത്ത പ്രധാനമന്ത്രി തന്നെയാണ് വധൂവരന്മാർക്ക് മാലയെടുത്ത് നൽകിയത്. ചടങ്ങിൽ മലയാള സിനിമയിലെ വൻ താരനിര തന്നെ പങ്കെടുത്തിരുന്നു. നിരവധി താരങ്ങൾ വിവാഹ ചടങ്ങിനെത്തി. ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിരുന്നു. രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തിയതിന് പിന്നാലെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. അതേസമയം അന്തരിച്ച തന്റെ മകൾ ലക്ഷ്മിയെക്കുറിച്ച് സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ വീണ്ടും ശ്രദ്ധേയമാകുന്നു. സുരേഷ് ഗോപിയെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്ത പാപ്പൻ എന്ന സിനിമയുടെ പ്രൊമോഷനിടെയായിരുന്നു തന്റെ മകളെക്കുറിച്ച് സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. ഇന്റർവ്യൂ ചെയ്യുന്ന പെൺകുട്ടിയുടെ പേര് ലക്ഷ്മി എന്ന് അറിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു സന്ദർഭമുണ്ടായതും. ലക്ഷ്മിയുടെ നഷ്ടമെന്ന് പറയുന്നത് തന്നെ പട്ടടയിൽ കൊണ്ടുചെന്ന് കത്തിച്ചു കഴിഞ്ഞാൽ ആ ചാരത്തിലും ആ വേദനയുണ്ടാകുമെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. അവളിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ 32 വയസ്സാണ്. 30 വയസ്സ് കഴിഞ്ഞ ഏത് പെൺകുട്ടിയെ കണ്ടാലും കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ കൊതിയാണെന്നും സുരേഷ് ഗോപി അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. നിറ കണ്ണുകളോടെയാണ് അന്ന് അദ്ദേഹം തന്റെ മകളെക്കുറിച്ചുള്ള ഓർമ്മകളടക്കം പങ്കുവച്ചത്. 1990 ഫെബ്രുവരി 8-നാണ് സുരേഷ് ഗോപി രാധികയെ വിവാഹിതരാകുന്നത്. ഗായിക എന്ന നിലയിൽ പ്രശസ്തിയായിരുന്ന രാധിക പിന്നീട് പൂർണ്ണമായും കുടുംബിനിയായി മാറി. വിവാഹം കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത വർഷം തന്നെ രാധിക ഗർഭിണിയായി. എന്നാൽ ലക്ഷ്മിക്ക് 1.5 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് മരണത്തിന്റെ രൂപത്തിൽ കാർ അപകടമുണ്ടാകുന്നത്. മകളുടെ മരണം വലിയ ആഘാതമാണ് സുരേഷ് ഗോപിക്കും രാധികയ്ക്കുമൊക്കെ ഉണ്ടാക്കിയത്. പിന്നീട് ഇരുവർക്കും 4 മക്കളുണ്ടായി. ഭാഗ്യ, ഗോകുൽ, ഭവ്യ, മാധവ് എന്നിവരാണ് സുരേഷ് ഗോപിയുടെ മക്കൾ. മകൻ ഗോകുൽ, സുരേഷും മാധവും ഒക്കെ ഇപ്പോൾ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞു. ഭാഗ്യയുടെ വിവാഹവും ഇപ്പോൾ നടന്നിരിക്കുന്നു. ഇതിനിടെയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ വീണ്ടും സൈബർ ലോകത്ത് തന്നെ നിറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.